ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോഴും ഫ്യൂച്ചർ ടെൻസിലാണ്, ഭാവി കാലം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഇറ്റ് വിൽ ബി റെയിനിങ് ടുമോറോ. ഓർക്കുന്നില്ലേ? വിൽ ബി പ്ലസ് ING, അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഇന്ന് നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കും. അതായത് 2025 ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ വർഷം നിങ്ങൾക്ക് ജോലി കിട്ടി നിങ്ങളിങ്ങനെ ഒരു ഭാവിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയാണ്. എന്താ 2030 25 ജോലി, 2030 ഞാൻ കല്യാണം കഴിച്ചിരിക്കും നിങ്ങളങ്ങ് വിചാരിക്കുക. ജോലി കിട്ടി, നമുക്കൊരു ചിട്ടിയൊക്കെ ചേർന്നു, അല്ലെങ്കിൽ LIC ചേർന്നു, അല്ലെങ്കിൽ കുറേ പൈസയൊക്കെ ഉണ്ടാക്കി നിങ്ങൾ വിചാരിച്ചു. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഇതിപ്പോൾ 2025, ഇപ്പം 5 കൊല്ലത്തിന് ശേഷം, അതായത് ഭാവിയിൽ 2030 ഞാൻ കല്യാണം കഴിച്ചിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കും. ഇങ്ങനെ പറയണമെങ്കിൽ നമുക്ക് ഏത് ടെൻസാണ് ഉപയോഗിക്കുന്നത്? ഭാവിയിൽ ഒരു ക്ലിപ്ത സമയത്ത് ഒരു സംഗതി നടന്നു കഴിഞ്ഞിരിക്കും എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ടെൻസാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ് എന്നുള്ള അർത്ഥമാണ്. ഭാവിയിൽ ഒരു സമയത്ത് ഒരു കാര്യം കഴിഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2025 ഇത് നമ്മൾ പറയണം മാനാങ്കണ്ണി അല്ല സ്വപ്നം കാണുവാണ് 2030 കല്യാണം കഴിഞ്ഞിരിക്കും. ഇപ്പം 2030 പറഞ്ഞ ഭാവിയിലൊരു സമയമാണ്, ക്ലിപ്ത സമയമാണ്. അപ്പം ആ സമയത്തിനുള്ളിൽ ഒരു കാര്യം കഴിഞ്ഞിരിക്കും എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ടെൻസാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അതിൻ്റെ ഫോം എന്താണ്? വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പറഞ്ഞു, മിക്ക ടെൻസിൻ്റെയും മിക്ക ക്രിയയുടെയും കൂടെ ED ചേർത്താൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടും. കുറേ ക്രിയകളുണ്ട്, അത് നമ്മൾ വ്യത്യസ്തമായിട്ട് പഠിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഈറ്റണാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്? വിൽ ഹാവ്, അതിന് ഒരിക്കലും മാറ്റമില്ല, പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി ഗിവൺ വെർബ്. തന്നിരിക്കുന്ന വെർബിൻ്റെ ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. എക്സാമ്പിൾസ് ഞാനവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. Go, will have gone. No. I will have gone from here by the time you arrive. എന്താ എൻ്റെ അർത്ഥം? നീ വരുന്ന സമയം അറൈവ് ചെയ്യുന്ന സമയത്തിനകം ഞാൻ പോയി കഴിഞ്ഞിരിക്കും. I will have gone. ടൈം എന്താണ്? നിന്റെ വരവ്. രണ്ടാമത്തെ നോക്കിയേ, ഈറ്റ്, വിൽ ഹാവ് ഈറ്റൺ. ഇപ്പം നമ്മൾ പറയുകയാണ് നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ ലഞ്ച് 11 മണിക്ക് കഴിച്ചിരിക്കും എന്ന് പറയുന്നത് നമ്മൾ തന്നെ എങ്ങനെയാണ് പറയുന്നത്? നെക്സ്റ്റ് വീക്ക് Tuesday we will have eaten our lunch by 11 AM. നമ്മൾ ആ സമയം കൊണ്ട് കഴിച്ചിരിക്കും, ഭാവിയിലെ കാര്യം പറയുന്നു. അങ്ങനെ ഓരോന്നും ഇതുണ്ടോ. അടുത്ത നോക്കി, പ്രേ, we will have prayed tomorrow by this time. നാളെ ഈ സമയത്തിന് മുമ്പ് ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞിരിക്കും. ആണ് അടുത്ത ഡൈ എന്ന് പറയുന്നത്
he will have died before the doctor comes. ഡോക്ടർ വരുന്നതിന് മുമ്പ് അയാൾ മരിച്ചിരിക്കും. ഡോക്ടർക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. ടെൽ മൈ ഗ്രാൻഡ് മദർ വിൽ ഹാവ് ടോൾഡ് മെനി സ്റ്റോറീസ് ബിഫോർ ഗ്രാൻഡ് ഫാദർ കംസ്. അതായത് വല്യപ്പൻ വരുന്നതിന് മുമ്പ് ഗ്രാൻഡ് മദർ ഒത്തിരി കഥകൾ പറഞ്ഞിരിക്കും. കാരണം വല്യപ്പന് ഈ കഥകളൊന്നും കേൾക്കാൻ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചു. മൂവ്, വി വിൽ ഹാവ് മൂവ്ഡ് ഫ്രം ദിസ് പ്ലേസ് ബിഫോർ വി ഗെറ്റ് എ നോട്ടീസ്. നോട്ടീസ് കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിരിക്കും. മനസ്സിലായി? എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്? അതിൻ്റെ ഫോം പറഞ്ഞു, അതിൻ്റെ ഉപയോഗം പറഞ്ഞു. നമ്മൾ ഭാവിയിൽ ഒരു സമയം, ഒരു കൃത്യസമയം, അതിനു മുമ്പ് ഈ പറഞ്ഞ കാര്യം കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ 2025 ജൂൺ മാസത്തിൽ MA അഡ്മിഷൻ കിട്ടിയെന്നിരിക്കട്ടെ. MA വിജയിക്കും. അപ്പം ഞാൻ പറയാണ്, I will have completed my MA course. I will have completed my MA course in 2027. അല്ലെങ്കിൽ by 2027. 2 വർഷം മതിയില്ല. അപ്പം 2025 ജൂണിൽ അഡ്മിഷൻ കിട്ടി, 2027 എൻ്റെ കോഴ്സ് കഴിഞ്ഞിരിക്കും. അതാണ് ഭാവിയിൽ ഒരു ക്ലിപ്ത സമയത്തിന്, അല്ലെ വേറൊരു സംഭവം നടക്കുന്നതിന് മുമ്പ്, അതായത് ക്ലിപ്ത സമയമാണല്ലോ. നമ്മൾ ഒരു സംഭവം കഴിഞ്ഞിരിക്കും എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ടെൻസാണ് ഏത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അതിൻ്റെ ഫോമാണ് ഞാൻ പറഞ്ഞത് വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒരു മാറ്റവും ഇല്ല, സബ്ജക്റ്റ് അനുസരിച്ച് മാറത്തില്ല. ഇനി 2-3 എക്സാമ്പിൾസോട് നമുക്ക് നോക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ എക്സാമ്പിൾസ് എഴുതുക. By the time you arrive, they will have gone. നീ വരുന്നതിന് മുമ്പ്, അല്ല നീ വരുമ്പോഴേക്കും അവർ പോയി കഴിഞ്ഞിരിക്കും. നീ വരുമ്പോഴേക്കും, അല്ല നിങ്ങൾ വരുമ്പോഴേക്കും അവർ പോയി കഴിഞ്ഞിരിക്കും. രണ്ടാമത്തെ നോക്കി, we will have eaten our breakfast by 7 AM tomorrow. നാളെ 7 മണിക്ക് മുമ്പ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. സാധാരണ 10 മണിക്കാണ് കഴിക്കുന്നത്, പക്ഷെ നാളെ ഒരു ദിവസം മാത്രം 7 മണിക്ക് കഴിക്കും. 3, we will have prayed for you before the doctor asks us to do so. ഡോക്ടർ പറയുന്നതിന് മുമ്പ് ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞിരിക്കും. ഓപ്പറേഷനാണ്. ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ മിക്കവാറും വന്ന് പറയും, വിസിറ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരോട് വന്ന് പറയും നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഇയാൾ പറയുന്നത് അതിന് മുമ്പേ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞു അതാണ്. The patient will have died by the time the doctors arrive. ഡോക്ടേഴ്സ് വരുന്നതിന് മുമ്പ്, അല്ല വരുമ്പോഴേക്കും രോഗി മരിച്ചിരിക്കും. കാരണം അത്ര സീരിയസ് ആണ്. 5, she will have learned German by the time she visits Berlin. ബെർലിനിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പേ അവൾ ജർമ്മൻ പഠിച്ച് കഴിഞ്ഞിരിക്കും. ഉണ്ടോ? ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഈ ടെൻസ് ഉപയോഗിക്കണം. മനസ്സിലാവുന്നു? അപ്പോൾ അതുപോലെ 6, all of us will have reached the spot before the investigation team before the investigation begins. Before the investigation begins. That we will have reached the spot. Investigation തുടങ്ങുന്നതിന് മുമ്പ്, അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളവിടെ എത്തിയിരിക്കും. All of us will have reached the spot before the investigation begins.
തുടങ്ങുന്നതിന് മുമ്പ്, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളവിടെ എത്തിയിരിക്കും. അപ്പം ഇങ്ങനെ ഭാവിയിൽ ഒരു പ്രത്യേക സമയത്തിന് മുമ്പ് അല്ലെങ്കിൽ പ്രത്യേക ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ്, ഇവിടെ കണ്ട സംഭവമാണ്, അതായത് ബിഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ബിഗിൻസ്, അതാണ് സംഭവം. അന്വേഷണം നടക്കുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞിരിക്കും. ഡോക്ടർ വരുന്ന സമയത്തിന് മുമ്പേ രോഗി മരിച്ചിരിക്കും. അതാണ്, മരണം കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഡോക്ടർ വരുന്നുള്ളതാണ്. മനസ്സിലായി? ക്ലിയർ ആയില്ലേ? ഇപ്പം ഫ്യൂച്ചർ ടെൻസ് നമുക്ക് പ്രധാനമായിട്ടുള്ള 2 ടെൻസ് നമ്മൾ കവർ ചെയ്തു. ആദ്യത്തെ 3, അതായത് സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ കണ്ടു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് അതിൻ്റെ ഉപയോഗം മനസ്സിലായി. അതായത് ഭാവിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഇറ്റ് വിൽ ബി റെയിനിങ് ടുമോറോ. അതേസമയം അത് നമ്മൾ അത് കഴിഞ്ഞു പോയെങ്കിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് വിൽ ഹാവ് റെയിൻഡ് ടുമോറോ ബിഫോർ വി സ്റ്റാർട്ട് അവർ ജേർണി. ഞങ്ങൾ നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് മഴ പെയ്ത് കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് കുട എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? അപ്പോൾ അതാണ് എൻ്റെ കാര്യം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഒരു പോയിൻ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, കൂടെ ചേരാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇനി നമ്മൾ കാണുന്ന വരെ ബൈ.